ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ രാവിലെ എണീച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മയിലിങ്ങനെ നടന്നു പോകുന്നുണ്ട്. മുറ്റത്തോടെ വന്നിട്ട് ഇങ്ങനെ വഴിയിലേക്ക് അങ്ങോട്ട് കയറിയിട്ടോ. നല്ല ഭംഗിയുണ്ട്, പീലിയൊക്കെ വെച്ചിട്ട്. പീലി വിടർത്തിയിട്ടില്ല, ഇങ്ങനെ പെട്ടെന്ന് നടന്നു പോവാം. ഒച്ച കേട്ടപ്പോൾ അങ്ങോട്ട് വേഗം ഓടിപ്പോയി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ദോശയാണ് കേട്ടോ. ഒന്ന് ഗ്രീൻ പീസ് കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചായ തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ എണീച്ച് വരണേ ഉള്ളൂ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചായ കുടിക്കാം. അങ്ങനെ ചായ കുടിച്ചു. പിന്നെ ഒരു ടിപ്പ് കാണിച്ചു തരാനാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ കറിവേപ്പുണ്ടോ? കറിവേപ്പ് നല്ലപോലെ തഴച്ച് വളരാനായിട്ട് യൂട്യൂബിൽ കണ്ടൊരു ടിപ്പ് തന്നെയാണ് ഞാനും ചെയ്ത് നോക്കിയത്. എൻ്റെ കറിവേപ്പ് ഇങ്ങനെ തന്നെ ഉറുമ്പ് കയറിയിട്ടും അതുപോലെ വളർച്ചയൊക്കെ മുരടിച്ചിട്ട് ഇങ്ങനെ ഒരു 5-8 മാസത്തോളം ഞാൻ വെച്ചതിന് ശേഷം ഇങ്ങനെ മുരടിച്ച് നിന്നിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ട ടിപ്പൊന്ന് ട്രൈ ചെയ്തതാണ്. ഒരു 6 മാസം കൊണ്ട് വേപ്പ് നല്ലപോലെ തഴച്ച് വളർന്നിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് വെച്ചതിന് ശേഷം അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു വേപ്പും തൈയുണ്ട്, അതിനും കൂടെ ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ച് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതിന് കണ്ട ഇലകളൊക്കെ പുതുതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഈ വലിയ വേപ്പിന്, അതായത് ഇതുപോലെ മുരടിച്ച് പോയിരുന്ന ഒരു വേപ്പാണ്, സൂപ്പറായിട്ട് വലുതായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയതാണ്. യൂട്യൂബിൽ നിന്ന് തന്നെ ഞാൻ കണ്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.